നാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ഇന്ന് ഫെബ്രുവരി 10 എല്ലാ ശ്രോതാക്കൾക്കും കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്നേഹവന്ദനവും ശുഭദിനാശംസകളും നേരുന്നു. ഇന്നത്തെ നമ്മുടെ ധ്യാനത്തിന് ആധാരമായി നാം ഉൽപ്പത്തി പുസ്തകം 39 അധ്യായമാണ് തിരഞ്ഞെടുത്തിരിക്കുന്നത്. എല്ലാവർക്കും പരിചയമുള്ളൊരു അധ്യായമാണിത്. കാരണം കറപുരളാത്ത ധാർമ്മികത എന്താണ് എന്ന് നമ്മെ കാണിക്കുന്നൊരു അധ്യായമാണ്. ഈ അധ്യായത്തിൽ വീണ്ടും കഥാപാത്രമായി വരുന്നത് ജോസഫാണ്. അപ്പോൾ 39 അധ്യായം ബൈബിളിലെ വിലയേറിയ അധ്യായങ്ങളിലൊന്നാണ് എന്ന് എല്ലാവരും കരുതുന്നു. കാരണം പാപം ചെയ്യുവാനുള്ള സാഹചര്യം എല്ലാ നിലയിലും അനുകൂലമായിരുന്നിട്ടും പാപം ചെയ്യുവാൻ കൂട്ടാക്കാതിരുന്നൊരു മനുഷ്യൻ്റെ ചരിത്രമാണ് ഈ അധ്യായത്തിൽ പറയുന്നത്. ആ മനുഷ്യൻ ജോസഫാണ്. ഈ അധ്യായം നമുക്ക് മുമ്പിൽ കാഴ്ചവെക്കുന്നത് മാതാപിതാക്കളും സഹോദരന്മാരും അടുത്തില്ലാത്ത ഒരു സ്ഥിതി, അതുപോലെ അടിമയായി തീർന്ന ഒരാളുടെ അവസ്ഥ, സ്നേഹം നൽകുവാൻ ആരുമില്ലാത്ത ഒരേകാന്ത സാഹചര്യം, പോരെങ്കിൽ നല്ല യൗവനം, അവിവാഹിതമായ അവസ്ഥയും, ഇതൊക്കെ പോരെങ്കിൽ യജമാനൻ വീട്ടിലില്ലാത്ത സമയം യജമാനത്തി തന്നെ ലൈംഗിക ബന്ധത്തിന് മുൻകൈയെടുത്ത് അനേക ദിവസമായിട്ട് പ്രേരിപ്പിക്കുകയാണ്. ഏറ്റവും പറ്റിയതെന്ന് തോന്നുന്ന ഒരു സമയം, വീട്ടിലാരുമില്ലാതെ ഇരിക്കുന്ന ഒരു സമയത്ത് അത് ലൈംഗിക ബന്ധത്തിന് വേണ്ടി ഒരു യുവാവായ മനുഷ്യനെ ആ യജമാനത്തിയായ സ്ത്രീ പ്രേരിപ്പിച്ചു. എന്നാൽ ജോസഫ് അതിന് വഴങ്ങിയില്ല. മതിയായ ഒരു ന്യായവും ജോസഫ് കണ്ടില്ല. പൊത്തിഫർ പല ന്യായം കണ്ടു കാണും, പക്ഷേ ജോസഫ് കണ്ടില്ല. കാരണം ദൈവത്തെ ഭയപ്പെട്ട ജോസഫ് പറഞ്ഞത്, ഞാൻ ദൈവത്തോട് ഈ പാപം എങ്ങനെ ചെയ്യുമെന്നാണ്. പലപ്പോഴും ആളുകൾ പാപം ചെയ്യുന്നത് സാഹചര്യത്തിന് ബന്ധം കൊണ്ടൊന്നും അല്ല കേട്ടോ. സാഹചര്യം നോക്കിയാൽ ജോസഫ് പാപം ചെയ്യാൻ ഏറ്റവും പറ്റിയ സമയമാണ്. ആരുമില്ല, അപ്പനുമില്ല, അമ്മയുമില്ല, സഹോദരന്മാരുമില്ല, സ്വന്തം നാട്ടിലല്ല, അന്യനാട്ടിലാണ്. ഇനിയും തിരിച്ച് നാട്ടിൽ പോകുന്നുള്ളതിന് വിചാരിക്കാൻ യാതൊരു ന്യായവുമില്ല. താൻ അവിവാഹിതനാണ്, നല്ല ആരോഗ്യമുള്ള ഒരാളാണ്, സുമുഖനാണ്. അതുപോലെങ്കിൽ സ്ത്രീയാണ് ഇവിടെ മുൻകൈ എടുക്കുന്നത്, അതും വീട്ടിൽ ആരുമില്ലാത്ത ഒരു സാഹചര്യത്തിലാണ്. എല്ലാ നിലയിലും പാപം ചെയ്യുവാൻ ആഗ്രഹിക്കുന്നവർക്ക് പറ്റിയ ഒരവസ്ഥയാണ്. പക്ഷേ ജോസഫ് അനുകൂലമായ സാഹചര്യങ്ങളല്ല നോക്കിയത്, പ്രതികൂലമായ ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. മേലെ സ്വർഗത്തിലിരുന്നു കൊണ്ടൊരു ദൈവം എല്ലാം കാണുന്നുണ്ട്. അതുകൊണ്ട് ജോസഫ് പറഞ്ഞു, ഞാൻ ദൈവത്തോട് ഈ പാപം എങ്ങനെ ചെയ്യും. സത്യത്തിന് വേണ്ടിയുള്ള നിലപാട് എല്ലായ്പ്പോഴും ആശ്വാസകരമാകണമെന്നില്ല. ജോസഫ് സത്യത്തിന് വേണ്ടി നിന്നു, നീതിക്ക് വേണ്ടി നിന്നു, ധാർമ്മികതയ്ക്ക് വേണ്ടി നിന്നു. എന്നിട്ട് എന്താ സംഭവിച്ചത്? ജോസഫിന് തൻ്റെ മാനവും പോയി, തൻ്റെ ജോലിയും പോയി, ജയിലിലുമായി. യജമാനത്തി അവനെക്കുറിച്ച് നുണ പറഞ്ഞു. സ്വന്തം വസ്ത്രം പോലും ഉപേക്ഷിച്ച് ഓടിപ്പോയാണ് ആ ധാർമ്മികമായ തെറ്റിൽ നിന്ന് ജോസഫ് രക്ഷപ്പെട്ടത്. എന്നാൽ ആ യജമാനും വരുന്നവരെയും ആ വസ്ത്രം ഒഴിച്ചുകൊണ്ട് നിന്നിട്ട് പറഞ്ഞു, കണ്ടില്ല, നീ ഒരു ആഭാസനെ കൊണ്ടുവന്നു, അവൻ എൻ്റെ അടുക്കൽ വന്നു തെറ്റ് ചെയ്യാനായിട്ട്, ഞാൻ വിളിച്ചു പോയി എന്നൊക്കെ വെള്ളം പറഞ്ഞു. അവസാനം പൊത്തിഫർ അവനെ പിടിച്ച് ജയിലിൽ കൊണ്ടിട്ടു. തല്ലി കാണും പൊരുതെ ജയിലിൽ കൊണ്ട് അവനെ ഇട്ടു. ഒരു കാര്യം ഉറപ്പാണ്, ദൈവം എല്ലായ്പ്പോഴും സത്യത്തിൻ്റെ ഭാഗത്താണ്. ആ കാര്യം നമുക്ക് ഉറപ്പാണ്. ദൈവം എല്ലായ്പ്പോഴും സത്യത്തിൻ്റെ ഭാഗത്താണ്. ജോസഫിനോടുകൂടെ ദൈവം ഇരുന്നു. അല്ലാതെ ജോസഫിന് ആരാണ് ഇവിടെ ഉള്ളത്? അവൻ ജീവിച്ച കൊട്ടാരത്തിലും ജയിലിലും ദൈവസാന്നിധ്യം അനുഭവിച്ചൊരു മനുഷ്യനാണ്. അവനെ ജയിലിൽ പിടിച്ചിട്ടപ്പോഴും പറയുന്നത് ജയിലർക്ക് അവനോട് പ്രത്യേക താല്പര്യം തോന്നിയെന്നാണ്. ആ ജയിലിൽ കിടന്നതായിരിക്കുന്ന ആളുകളുടെ കാര്യം നോക്കാനായിട്ട് അവനെയാണ് ഒരു മേൽവിചാരകനെ പോലെ അവിടെ ആക്കിയത്. അതുകൊണ്ടാണ് അപ്പക്കാരനും പാനപാത്രവാഹകനും അവിടെ വന്നപ്പോൾ അവരുടെ കാര്യങ്ങൾ നോക്കാനായിട്ട് ജോസഫിനെ ഏൽപ്പിച്ചത്. അതൊക്കെ ദൈവത്തിൻ്റെ നടത്തിപ്പിൻ്റെ ഒരു ഭാഗമാണ്. ദൈവം എപ്പോഴും സത്യത്തിൻ്റെ ഭാഗത്താണ്. നാം സത്യത്തിന് വേണ്ടി നിന്നാൽ നമുക്കൊരു കുറ്റവും വരികയില്ല, ഒരു ദോഷവും വരികയില്ല എന്ന് ചിന്തിക്കരുത്. സത്യത്തിന് വേണ്ടി നിന്നതുകൊണ്ടാണ് ജോസഫിന് കുറ്റവും വന്നത്, അതുകൊണ്ടാണ് ജോസഫ് തല്ലുകൊണ്ടത്, അതുകൊണ്ടാണ് ജോസഫ് ജയിലിൽ പോയത്. സത്യത്തിന് വേണ്ടി നിന്നതുകൊണ്ടാണ് വാസ്തവത്തിൽ ജോസഫിൻ്റെ സഹോദരന്മാർ വിറ്റുകളഞ്ഞതും. അല്ലെങ്കിൽ വിൽക്കുമായിരുന്നില്ല. കാരണം ജോസഫിൻ്റെ പിതാവ് പറഞ്ഞ്, നീ പോയി സഹോദരന്മാരുടെ ക്ഷേമം അന്വേഷിക്കാൻ പറഞ്ഞപ്പോൾ, ഇല്ല, ഞാൻ പോവില്ല, എന്നോട് വെറുപ്പാണ്, ഞാൻ ചെന്ന് അവരെന്നെ ഉപദ്രവിക്കുന്നു വേണമെങ്കിൽ പറയാമായിരുന്നു. അങ്ങനെയല്ല, അപ്പനെ അനുസരിക്കുക എന്ന ധർമ്മം ജോസഫ് നിറവേറ്റി. ജോസഫ് എപ്പോഴും സത്യത്തിന് വേണ്ടി നിന്ന ഒരാളാണ്. എൻ്റെ പ്രിയമുള്ളവരെ, സത്യത്തിന് വേണ്ടിയും ധാർമ്മികതയ്ക്ക് വേണ്ടിയും നിൽക്കുന്ന ആളുകളെ ദൈവം സംരക്ഷിക്കുമെന്നുള്ളതിൻ്റെ ഒരു ഉദാത്തമായ ഉദാഹരണമാണ് ഈ ജോസഫിൻ്റെ കഥ. കാരാഗൃഹ പ്രമാണിക്ക് ഞാൻ പറഞ്ഞതുപോലെ ജോസഫിനോട് പ്രീതി തോന്നി. ഹൃദയങ്ങളെ സ്വാധീനിക്കുന്ന ദൈവമാണ്. സത്യത്തിനായുള്ള പോരാട്ടം പ്രതികൂലങ്ങൾ നിറഞ്ഞതാണെങ്കിലും അവിടെയും കർത്താവിൻ്റെ സജീവമായ കരങ്ങൾ നമുക്ക് കാണുവാനായിട്ട് കഴിയും. ജോസഫിനെ ദൈവം സംരക്ഷിച്ചു, ജോസഫിനെ ദൈവം ഉയർത്തി.
ആ ഒട്ടും പ്രതീക്ഷിക്കാത്തായിരിക്കുന്ന സ്ഥലത്താണ് ജോസഫിനെ ദൈവം ഉയർത്തിയത്, ജോസഫിന് വേണ്ടി ദൈവം പ്രവർത്തിച്ചത്. ഇന്നും അങ്ങനെ തന്നെയാണ്. നാം പ്രതീക്ഷിക്കാത്ത സ്ഥലങ്ങളിൽ ദൈവം നമുക്ക് വേണ്ടി പ്രവർത്തിക്കും. പക്ഷേ നാം സത്യത്തിന് വേണ്ടി നിൽക്കുന്നവരാണോ? നാം ധാർമ്മികത പുലർത്തുന്നവരാണോ? നാം നീതി പുലർത്തുന്നവരാണോ? നാം ശരി ചെയ്യുന്നവരാണോ? അതോ സാഹചര്യത്തിനനുസരിച്ച് നാം തെറ്റ് ചെയ്യുന്നവരാണോ? സാഹചര്യത്തിനനുസരിച്ച് തെറ്റ് ചെയ്യുന്നവരാണെങ്കിൽ നമുക്ക് ദൈവത്തിൻ്റെ കരുണയും കൃപയും ഒന്നും നമുക്ക് ചോദിക്കാനായിട്ട് കഴിയുകയില്ല. എന്നാൽ ജോസഫിനെ പോലെ സത്യത്തിന് വേണ്ടി നിൽക്കുന്നവരാണെങ്കിൽ നമുക്ക് തീർച്ചയായും ദൈവത്തിൻ്റെ സഹായവും അനുഗ്രഹവും ലഭിക്കുവാനായിട്ടിടയാകും. അങ്ങനെ സത്യത്തിന് വേണ്ടി നിൽക്കുവാൻ തക്കവണ്ണം ദൈവം നമ്മെ സഹായിക്കട്ടെ.